നിങ്ങൾക്ക് ഈ പീരീഡ് ക്ലാസ് ഇല്ല? ഇല്ല. എന്താ? മേഴ്സി ടീച്ചർ പറഞ്ഞേ ബുക്സ് വായിച്ചാൽ. ഓ, മേഴ്സി ടീച്ചർ ഇന്ന് ലീവാ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പീരീഡ് ഞാൻ ക്ലാസ് എടുക്കാം. ഞാൻ നിങ്ങളെ കുറിച്ച് മാർക്സ് എടുക്കാനുണ്ട്. ഓക്കെ. ഇൻഷുറൻസിനെ പറ്റി പഠിക്കാം. ഓസ്ട്രേലിയയിലെ ഒരു സാധാരണക്കാരന് ഒരു മാസം എത്ര ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കാറിന്റെ ഇൻഷുറൻസ്. ഓക്കെ, കാറിന് നമ്മൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും ഉണ്ട്, അതുപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസും ഉണ്ട്. പക്ഷെ നമ്മൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് മസ്റ്റ് ആണ്, എസ്പെഷ്യലി നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം 2 വണ്ടിയുള്ള ഒരാളെ സംബന്ധിച്ചൊരു പുതിയ വണ്ടി, ഒരു ചെറിയ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു $240. ഇപ്പം അങ്ങനെ അത്രയും വരും. പുതിയ വണ്ടിക്ക് ഒരു $180. അത് വണ്ടി 7 സീറ്റർ ആണോ എന്നൊക്കെ അനുസരിച്ച് മാറിയിരിക്കും. ഒരു ആവറേജ് കണക്കാണ് നമ്മൾ പറയുന്നത്. ഒരു $240 ആവും 2 വണ്ടിക്കും കൂടെ ഉള്ള കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണെങ്കിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹോം ആൻഡ് കോണ്ടന്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മൾ വീട് എടുക്കുമ്പോൾ നമുക്ക് അതിന് ഇൻഷുറൻസ് വേണം. അതായത് നമ്മളൊരു 5 lakhs അല്ലെങ്കിൽ $10 lakhs ഒക്കെയാണ് നമ്മൾ ലോൺ എടുത്ത് ഉള്ളത് നമുക്ക്. അപ്പോൾ അത്രയും ലയബിലിറ്റി ഉള്ളപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് വേണം എന്നുള്ളത് കൊണ്ട് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 130, അതും ഡിപ്പെൻസ് ആണ്. അതും ഒരു ആവറേജ് വീടിനാണ്. 5 ലക്ഷം വാല്യൂ ഉള്ള വീടിൻ്റെയൊക്കെയാണ് അത്രയും. പിന്നെ കോണ്ടൻസിന് നമ്മൾ എത്ര ഇൻഷുറൻസ് നമ്മൾ ബാങ്കിനോട് പറയാണ്, എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 40,000 കോണ്ടൻസ് ഉണ്ട്, അപ്പോൾ അതിന് ഇൻഷുറൻസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് അവർ ഇൻഷുറൻസ്. അപ്പോൾ അതിൻ്റെ പ്രീമിയം കൂടും. അപ്പോൾ ഏകദേശം ഒരു റഫ് വാല്യൂ നമുക്കൊരു 130 കൂട്ടാം അവിടെ. ഓക്കെ, അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പം ഓസ്ട്രേലിയയിൽ ആക്ച്വലി പബ്ലിക് ഹെൽത്ത് ഫ്രീ ആണ്. ഓക്കെ, നമുക്ക് മെഡിക്കെയർ കാർഡുണ്ട്, ഫ്രീ ആണ്. പക്ഷെ എന്നിരുന്നാലും ലോങ് വെയിറ്റിംഗ് ഉണ്ട്. ഇപ്പം നമുക്കൊരു എലക്റ്റീവ് സർജറി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ലോങ് വെയിറ്റിംഗ് ടൈം വരും നമ്മുടെ പബ്ലിക്കിൽ ആ ഒരു സർജറി ഒക്കെ എടുത്ത് വരാൻ. അതുകൊണ്ട് നോർമലി ആളുകൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. ഒരു ഫാമിലിക്ക് ഒരു ആവറേജ് രീതിയിൽ ഒരു $300 ഒക്കെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന് വരാം. അത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എടുക്കാറുണ്ട്. ഗവൺമെൻറ് അതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 30 years കഴിഞ്ഞിട്ട് ഓരോ വർഷം തോറും നമ്മൾ ഇൻ കേസ് നമ്മൾ 30 yearsന് ശേഷം നമ്മൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർചാർജ് ഓരോ വർഷവും 5% അങ്ങനെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് ഏകദേശം ഒരു 300 അവിടെ കൂട്ടാം. പിന്നെ ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ പോയി കാലൊടിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പൈനൽ ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും പറ്റി ജോലി ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻകം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണിത്. ഈ ഇൻഷുറൻസ് ഏകദേശം 120 വരെ വരും. ഇൻകം പ്രൊട്ടക്ഷന് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സൂപ്പറിൽ നിന്ന് വേണമെങ്കിൽ കുറേ ഭാഗം സൂപ്പറിൽ നിന്ന് ഇടുന്നതായിട്ടും പിന്നെ ഒരു പോർഷൻ മാത്രം നമ്മൾ അടയ്ക്കുന്നതായിട്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു $30 ആണ് എൻ്റെ ഔട്ട് ഓഫ് പോക്കറ്റ് അടയ്ക്കുന്നത്. ബാക്കി എൻ്റെ സൂപ്പറിൽ നിന്നാണ് മന്ത്ലി കട്ടാവുന്നത്. അപ്പം ഈ ഇൻകം പ്രൊട്ടക്ഷൻ മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സൂപ്പറിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ പെൻഷൻ പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇൻകം പ്രൊട്ടക്ഷൻ നമ്മൾ സെപ്പറേറ്റ് എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇൻകം പ്രൊട്ടക്ഷനും നമ്മൾ എടുക്കാറുണ്ട് നോർമലി ഓസ്ട്രേലിയൻസ്. അപ്പോൾ ഇത്രയും ഇൻഷുറൻസ് നമ്മൾ ഒരു മാസം അടയ്ക്കുന്ന കണക്കാണ് പറഞ്ഞത്. 240, 130, 300, 120 ഒന്ന് പ്ലസ് ചെയ്തേ. The total is 790. വെരി ഗുഡ്. അപ്പോൾ നമ്മളിതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. അത് മാത്രമല്ല, ഒരു സാധാരണക്കാരനാണ് ഇത്രയും അടയ്ക്കേണ്ടി വരുന്നത്. ഇപ്പം വീടിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ചും കണ്ടന്റ് ഇൻഷുറൻസ് കൂടുന്നതനുസരിച്ചും കാറിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂടുന്നതിനനുസരിച്ചും ഒക്കെ ഈ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂടുക. അതേപോലെ നമ്മൾ ഇൻകം എത്ര കണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടും. ഇതിപ്പോൾ ഏകദേശം ഒരു $790. അപ്പോൾ $800 എന്ന് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8×5 40, ഏകദേശം ഇന്ത്യൻ മണിയിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000 അടുത്ത് അല്ലേ, 40,000 അടുത്ത് നമ്മൾ ഒരു മാസം ഇൻഷുറൻസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ഓസ്ട്രേലിയൻ ഡോളറിനെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റിനെ മാറ്റാൻ ശ്രമിക്കരുത്. തുടക്കത്തിലൊക്കെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായിട്ട് മൂവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നമുക്കത് തനിയെ ശീലമായിക്കോളും. കാരണം നമുക്ക് ശമ്പളം കിട്ടുന്നതും ഓസ്ട്രേലിയൻ ഡോളറാണ്.